മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നിങ്ങൾ ഭയങ്കര ടെൻഷനിലാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഓവർ വർക്ക് ചെയ്ത ക്ഷീണത്തിലാണെന്ന് വിചാരിക്കുക, അതല്ലെങ്കിൽ ആകെ കൺഫ്യൂസ്ഡാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മാനസികമായിട്ട് കുറേയധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകണമെന്ന് വിചാരിക്കുക. ആ സമയത്തെല്ലാം നിർബന്ധമായും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. മ്യൂസിക് തെറപ്പി, സംഗീത ചികിത്സ. നല്ല പാട്ട്, കീർത്തനങ്ങളോ ഭക്തി ഉണ്ടെങ്കിൽ ഭക്തിയുടെ അടിസ്ഥാനത്തിലുള്ള ഗാനങ്ങളോ കൃതികളോ അത് നിങ്ങൾ കേൾക്കണം. ശരിക്കും അതൊരു പ്യുവർ സയൻസാണ്. മ്യൂസിക് തെറപ്പി, മന്ത്ര തെറപ്പി എന്ന് പറയുന്നത് ആത്മീയതയുടെയോ മതത്തിൻ്റെയോ ഭാഗമൊന്നുമല്ല, നല്ല ചികിത്സയുടെ ഭാഗമാണ്. നല്ല മന്ത്രങ്ങൾ കേൾക്കുക. ഋഗ്വേദത്തിൻ്റെയും യജുർവേദത്തിൻ്റെയും സാമവേദത്തിൻ്റെയും അഥർവവേദത്തിൻ്റെയും CD-കൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ IISH.org എന്ന വെബ്സൈറ്റിൽ www.iish.org എന്ന വെബ്സൈറ്റിൽ വേദമെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫ്രീ ആയിട്ട് ഡൗൺലോഡ് സെന്ററും ഉണ്ട്. ആ വേദം നിങ്ങൾ കേൾക്കണം. നോക്കൂ, യുക്തിവാദിയോ നിരീശ്വരവാദിയോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ നിങ്ങൾ ആരുമാവട്ടെ, അതൊന്ന് കേട്ടു നോക്കുക. അത് കേട്ടാൽ നിങ്ങളുടെ വിശ്വാസമൊന്നും തകർന്നു പോകുമൊന്നുമില്ല. ആ ശബ്ദതരംഗം നിങ്ങളുടെ തലച്ചോറിൽ ഉണ്ടാക്കുന്ന മാറ്റം, ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ്. അപ്പോളോ ഹോസ്പിറ്റലിലെ ഡോക്ടർ B. രാമമൂർത്തി എന്ന് പറയുന്ന ന്യൂറോളജിസ്റ്റ് അതിഗംഭീരമായിട്ടുള്ള പഠനം നടത്തിയിട്ടുണ്ട്. ഈ മന്ത്രങ്ങളും ഈ സംഗീതവും എല്ലാം നമ്മുടെ തലച്ചോറിലെ ക്യൂറേറ്റീവ് കെമിക്കൽസ് എന്ന വിധത്തിലുള്ള ഹോർമോണുകൾ ഉണ്ടാക്കുന്നു. ആ ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൻ്റെ ബ്രെയിൻ വേവ്സ്, തലച്ചോറിലെ ബ്രെയിൻ വേവ്സ്, നമ്മുടെ ഹാർട്ട് ബീറ്റ്, നമ്മുടെ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോളിൻ്റെ അളവ്, അതുപോലെ തന്നെ അഡ്രിനാലിൻ്റെ അളവ്, ഇതെല്ലാം നോർമലാക്കി നിലനിർത്തും ഈ ക്യൂറേറ്റീവ് കെമിക്കൽസ്. ആ ക്യൂറേറ്റീവ് കെമിക്കൽസ് ഉണ്ടാവാനുള്ള ഒരു വഴിയാണ് ധ്യാനിക്കുക. അതുപോലെ നല്ല രീതിയിൽ നല്ല മന്ത്രങ്ങൾ കേൾക്കുക. ഈ മന്ത്രങ്ങൾ ബ്രാഹ്മണർ മാത്രമേ കേൾക്കാവൂ, ചൊല്ലാവൂ, അങ്ങനെയൊന്നും ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടില്ല. ആർക്ക് വേണമെങ്കിൽ കേൾക്കാം. നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ഭഗവത്ഗീത ഇട്ട് നോക്കാം, അല്ലെങ്കിൽ വേദമന്ത്രങ്ങളുടെ CD ഇട്ട് നോക്കാം. എന്ത് വ്യത്യാസമായിരിക്കും എന്നറിയാമോ? വളരെ വ്യത്യാസം ഉണ്ടാക്കി. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അത് ഈ ആത്മീയതയുടെയോ മതത്തിൻ്റെയോ ഒന്നുമല്ല, ആ വാക്കുകൾ അങ്ങനെ ആലപിക്കുന്നതിൻ്റെ ഇഫക്റ്റാണ്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ്. ഇപ്പൊ വേദമന്ത്രങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ അർത്ഥം അറിയണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അർത്ഥം അറിയുകയാണെങ്കിൽ നന്നായി. അർത്ഥം അറിഞ്ഞുകൊണ്ട് ചില മന്ത്രങ്ങളും കീർത്തനങ്ങളും കേൾക്കുമ്പോൾ അതിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് കൂടിയുണ്ട്, സൈക്കോളജിക്കൽ എഫക്റ്റ് കൂടിയുണ്ട് അതിന്. ഈ സംഗീതത്തിന് സംഗീതാത്മകമായിട്ടുള്ള എഫക്റ്റ്, അർത്ഥം അറിഞ്ഞുകൊണ്ട് ഉപദേശാത്മകമായിട്ടുള്ള എഫക്റ്റും കൂടി അർത്ഥം അറിഞ്ഞുകൊണ്ട് മന്ത്രങ്ങൾ കേട്ടാലും ആലപിച്ചാലും നമുക്ക് ലഭിക്കും. മന്ത്രങ്ങൾ തന്നെ വേണമെന്നില്ല, കീർത്തനങ്ങളായാലും. പക്ഷെ ഏത് മന്ത്രവും ഏത് കീർത്തനവും സന്തോഷകരമായിട്ടുള്ള രീതിയിൽ വേണം ആലപിക്കാൻ. ദുഃഖത്തിലെ കീർത്തനങ്ങളും മന്ത്രങ്ങളും ഒന്നുമല്ല. ഈവൻ ദുഃഖമാണെങ്കിൽ പോലും മനസ്സിനകത്ത് നിർവൃതി നൽകുന്ന വിധത്തിലുള്ള കീർത്തനങ്ങൾ. ഇപ്പൊ നന്ദനം എന്ന സിനിമയിൽ ശ്രീകൃഷ്ണനെ വിളിക്കുന്ന ഒരു പാട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്കൊരു ഭക്തിയുടെ ആകാം. ബാലാമണിയുടെ കരച്ചിലല്ല നമുക്ക് ഓർമ്മ വരിക, കൃഷ്ണനെ നമ്മൾ ഭക്തി പുരസ്സരം വിളിക്കുന്നതായിട്ടാണ് തോന്നുന്നതെങ്കിൽ അത് നല്ലതാ. നിറന്ന പീലികൾ നിരക്കവേ കുത്തി നിറുകയിൽ കുത്തി ചിറാമുടു കെട്ടി കരിമുകിലൊത്ത ചികൂരഭാരവും മണികൾ മിന്നിടും മണിക്കിരീടവും ഒരു വർണ്ണനയാണ്. അതിനകത്ത് സൈക്കോളജിക്കലായിട്ട് എന്തുണ്ടായില്ല എന്നല്ല, ന്യൂറോളജിക്കലായിട്ടുണ്ട്. അതുപോലെ തന്നെ ചില മന്ത്രങ്ങൾ
നല്ല ഭംഗിയായിട്ട് ചൊല്ലി വിചാരിക്കാം. ദൈവമേ കൈതൊഴാം കേൾക്കുമാരാകേണം പാവമാമെന്നെ നീ കാക്കുമാരാകേണം. എന്ത് നല്ല പ്രാർത്ഥനയാ! ഇതിനെയാണ് പ്രാർത്ഥന പറയാം. പ്രകർഷേണ യത് അർത്ഥയതി തത് പ്രാർത്ഥന. ഈശ്വരനോട് അഭ്യർത്ഥിക്കുകയാണ്, റിക്വസ്റ്റ് ചെയ്യാണ്, അത് പ്രാർത്ഥന. അത് ഉള്ളിൽ തട്ടിയാവുമ്പോ ഈശ്വരൻ വരുന്നോ നമുക്ക് അനുഗ്രഹം തരുന്നോ എന്നുള്ളതല്ല, അത് നമ്മളുടെ മനസ്സിനെ സെൽഫായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടത്. സെൽഫായിട്ട് കോൺഫിഡൻസ് വരുത്താൻ വേണ്ടി നമ്മളെ ധാരാളം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നല്ല കീർത്തനങ്ങൾ. അഖിലാണ്ട മണ്ഡല മണിച്ചൊരുക്കി പന്തളം എസ് എഴുതിയ അനവധി കൃതികളില് ഒരു ഓർഡിനറി കൃതിയാണെന്ന് വിചാരിച്ചെഴുതിയതാണ് അതിഗംഭീര കൃതിയായി മാറി. ഒരു പ്രപഞ്ചത്തിന്റെ ഈശ്വര രൂപത്തെ വിവരിക്കുന്ന ആ കൃതി എത്ര ഗംഭീരാണ്. അതേപോലെ ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്കോരാവി വന്തോണി നിൻപദം ഒന്നൊന്നായി എണ്ണിത്തൊട്ടെണ്ണും ഉരുളൊടുങ്ങിയാൽ നിന്നിടം ദൃക്കുപോലുള്ള നിന്നിലസ്പന്ദമാകണം. 2 ദിവസം മുമ്പ് അരുവിപ്പുറത്ത് പോയി ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ശിവലിംഗത്തിന്റെ മുമ്പിൽ നിന്ന് തൊഴുതുകൊണ്ട് ഞാനിത് മുഴുവനും പറഞ്ഞു. ഞാനും എൻ്റെ കൂട്ടത്തിലുള്ളവരും 101 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ദൈവദശകത്തിന്റെ മഹത്തായ ആ വരികള് അർത്ഥമറിഞ്ഞുകൊണ്ട് ചൊല്ലുമ്പോൾ വളരെ ഗംഭീരാണ്. അപ്പൊ ശരിക്ക് സംഗീത ചികിത്സ, മ്യൂസിക് തെറപ്പി, മന്ത്ര തെറപ്പി എന്നൊക്കെ പറയുന്നത് വെറും പിന്തിരിപ്പനൊന്നും അല്ല. ഇന്ന് ലോകം അംഗീകരിച്ചിരിക്കുന്ന ഒന്നാണ്. നമുക്കത് ജീവിതത്തിൽ പകർത്താൻ സാധിക്കണം. അല്ല ഇലക്ട്രിക്കൽ കടകളിലോ ചൈനീസ് സാധനങ്ങൾ വിൽക്കുന്ന കടയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ തകരപ്പറമ്പ് പോലെയുള്ള സ്ഥലങ്ങളിൽ ധാരാളം ഇലക്ട്രോണിക് കടകളുണ്ട്. അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ 75, 80, 90 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ചെറിയൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അത് വീട്ടിൽ ഫിക്സ് ചെയ്തിട്ട് രാവിലെ നിങ്ങൾ ഉണർന്ന ഉടനെ അത് ഓൺ ചെയ്യാം. 10-70 തരത്തിലുള്ള മന്ത്രങ്ങളും 100 തരത്തിലുള്ള മന്ത്രങ്ങളും നല്ല പാട്ടുകളും കീർത്തനങ്ങളൊക്കെ ഉള്ള ഉപകരണമാണത്. നമുക്കിതൊന്നും ചൊല്ലാൻ സമയമില്ലെങ്കിലും അത് ചൊല്ലുന്നത് കേട്ട് ആവർത്തിക്കുമ്പോൾ വീട്ടിനകത്ത് നല്ല മാറ്റം ഉണ്ടാവും. അങ്ങനെ സംഗീത ചികിത്സ അത്യന്താധുനികമായിട്ടുള്ളതാണത്. അത് വളരെ ഗംഭീരമായിട്ട് നമ്മുടെ പൈതൃകത്തിന്റെ ഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പല രാഗങ്ങളും ശരീരത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് സംഗീത രത്നാകരത്തില് ശാർങ്ങധരൻ തന്നെ പറയുന്നുണ്ട്. AD 9-ാം നൂറ്റാണ്ടിൽ എഴുതിയ സംഗീത രത്നാകരം എന്ന പുസ്തകത്തിൽ ശാർങ്ങധരൻ വളരെ വ്യക്തമായിട്ട് ഇത് വിവരിക്കുന്നത് ഓരോ രാഗങ്ങളും ശരീരത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് കഴിഞ്ഞ 2-3 മാസമായിട്ട് ധാരാളം വ്യക്തികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സർട്ടിഫിക്കറ്റ് ഇന്നും 10-40 പേർക്ക് സർട്ടിഫിക്കറ്റ് അയക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സർട്ടിഫിക്കറ്റ് കൊടുത്തത് സംഗീതത്തില് അറിവുള്ളവർക്കാണ്. തബല പഠിച്ചവരുണ്ട്, വീണ പഠിച്ചവരുണ്ട്, കർണാടക സംഗീതം പഠിച്ചവരുണ്ട്. ഇങ്ങനെ കുറേ പേര്, ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവർക്കെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാടിന്റെ പൈതൃകത്തിൽ ഏത് വിഷയം നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിന്, പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഫുൾ ഡീറ്റെയില് ഇൻസ്റ്റിറ്റ്യൂട്ടിന് അയച്ചു തരികയാണെങ്കിൽ അത് ആപ്ലിക്കേഷൻ രൂപത്തിൽ അയച്ചു തരണം. എന്നിട്ട് നിങ്ങളുടെ ഫുൾ അഡ്രസ്സും വേണം, മൊബൈൽ നമ്പറും വേണം. ഈ മൊബൈൽ നമ്പറിലൂടെ ഇന്റർവ്യൂ നടത്തിയിട്ടായിരിക്കും അതിൽ യോഗ്യതയുള്ളവന് സർട്ടിഫിക്കറ്റ് കൊടുക്കുള്ളൂ, അല്ലാതെ കൊടുക്കില്ല. അങ്ങനെ നമ്മുടെ പൈതൃകത്തിന്റെ എല്ലാ അറിവുകളും ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗപ്രദമാണ്. പ്രയോഗിക്കാനും പ്രയോഗിപ്പിക്കാനും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം ഉണ്ടാവണം. പ്രണാമം, നമസ്കാരം.